തുടർച്ചയായ മൂന്നാം തവണയും ഭരണത്തിലേറാമെന്ന വ്യാമോഹത്തിലാണ് CPM-ഉം LDF-ഉം. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ലക്ഷ്യവുമായാണ് CPM ഇറങ്ങുന്നത്. എന്നാൽ CPM വിചാരിക്കുന്നത് പോലെ അത് സാധ്യമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ 9 വർഷത്തെ ദുർഭരണം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സർക്കാരിൽ നിന്നും CPM-ൽ നിന്നും അകറ്റിയിട്ടുണ്ട്. അതൊക്കെ മറികടക്കുക അത്ര എളുപ്പമല്ലെന്ന് അവർക്ക് തന്നെ അറിയാം. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM-നെ ചേർത്ത് പിടിക്കുന്ന ഒരു വിഭാഗമുണ്ട്, ഈഴവ സമൂഹം. എണ്ണം കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു സമൂഹമാണ് ഈഴവർ. ജനസംഖ്യയുടെ 23% ഈ OBC വിഭാഗം. പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്ക്. പക്ഷേ ഇപ്പോൾ അവർക്കൊപ്പമുണ്ടോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെ അതിന് ഉദാഹരണം. ഗണ്യമായ ഈഴവ സാന്നിധ്യമുള്ള പല മണ്ഡലങ്ങളിലും പാർട്ടി ദയനീയമായി പരാജയപ്പെട്ടു. ഇത് CPM-നെ ശരിക്കും ഞെട്ടിച്ചിട്ടുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിയുടെ തോൽവിയുടെ മുഖ്യ കാരണങ്ങളിലൊന്ന് ഈഴവ വോട്ടുകളിലെ ചോർച്ചയെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുറന്നു സമ്മതിച്ചത്. അന്ന് വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ച ഗോവിന്ദൻ BDJS-ലൂടെ ഈഴവരിലേക്ക് കടന്നു കയറാൻ വെള്ളാപ്പള്ളിയുടെ മകനും ഭാര്യയും വഴിയൊരുക്കിയെന്നും ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ CPM സ്ഥാനാർത്ഥികൾ തകർന്നടിയുന്നതാണ് കണ്ടത്. 2019-ൽ LDF-ന് കേരളത്തിൽ ലഭിച്ച ഏക MP ആലപ്പുഴയിൽ നിന്നുള്ള AM ആരിഫ് ആയിരുന്നു. എന്നാൽ 2024-ലെ തെരഞ്ഞെടുപ്പിൽ ആരിഫിനെ തന്നെ രംഗത്തിറക്കിയിട്ടും 8 നിലയിൽ പൊട്ടി. 2019-ൽ 40.96 ആയിരുന്ന വോട്ട് വിഹിതം 8.76% കുറഞ്ഞ് 32.21 വോട്ടുകളുടെ എണ്ണം നോക്കിയാൽ 1 ലക്ഷത്തിലധികം. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളായ പല നിയമസഭാ മണ്ഡലങ്ങളിലും അവർ പിന്നോക്കം പോയി. അവിടെയൊക്കെ BJP കയറി വന്നു എന്നതും കാണാതിരുന്നുകൂടാ. ആറ്റിങ്ങൽ മണ്ഡലത്തിലും സമാനമായിരുന്നു സ്ഥിതി. പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ പലയിടത്തും വോട്ട് കുറഞ്ഞു. അതായത് CPM-ന്റെ അടിസ്ഥാന വോട്ടുകളായ ഈഴവ വോട്ടുകൾ കാര്യമായി ചോർന്നു. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തുടർ വിജയത്തിനു ശേഷം നടന്ന വിശകലനത്തിൽ ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. BDJS ദുർബലമാകുമ്പോൾ ആ വിഭാഗത്തെ ഉൾക്കൊള്ളാനാകണമെന്നും പാർട്ടി വിലയിരുത്തിയിരുന്നു. എന്നാൽ 3 വർഷത്തിനു ശേഷവും അതിന് സാധിച്ചില്ല എന്നതിന്റെ തെളിവാണ് 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. ഈഴവ വോട്ടുകൾ തങ്ങളിൽ നിന്ന് അകലുന്നു എന്ന തിരിച്ചറിവിന്റെ വെളിച്ചത്തിലാണ് മുസ്ലിം വിഭാഗത്തെ കൂട്ടുപിടിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ CPM നേതൃത്വം നടത്തിയത്. എന്നാൽ ഇനി അവരും കൂടെ നിൽക്കില്ലെന്ന് വ്യക്തം. ഈഴവ സമൂഹത്തെ പ്രീണിപ്പിക്കാനും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒപ്പം നിർത്താനും പിണറായി വിജയൻ തന്നെ നാറിയ കളികളാണ് കളിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി മുസ്ലിം സമുദായത്തെ അധിക്ഷേപിച്ചിട്ടും പിണറായി ചെറുവിരൽ അനക്കാത്തത്. ഒരു സമുദായത്തെയും ഒരു പ്രദേശത്തെയും ഒന്നായി അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കേരളം ചുറ്റി വെള്ളാപ്പള്ളി മതസ്പർദ്ധ ഉണ്ടാക്കുന്ന കൊടും വർഗീയ പരാമർശങ്ങൾ നടത്തുമ്പോഴും ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി കണ്ട ഭാവം നടിക്കുന്നില്ല. എന്നു മാത്രമല്ല, വെള്ളാപ്പള്ളിക്ക് സ്വീകരണം കൊടുക്കുന്ന വേദിയിൽ ചെന്ന് അദ്ദേഹത്തെ പ്രശംസ കൊണ്ട് മൂടുകയാണ് പിണറായി വിജയൻ ചെയ്തത്. സരസ്വതി വിലാസം നാവിലുള്ള വ്യക്തി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഒരു മതത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നയാളല്ല വെള്ളാപ്പള്ളി എന്ന സർട്ടിഫിക്കറ്റും മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നൽകി. മുൻപ് വെള്ളാപ്പള്ളിയെ RSSന്റെ നാവെന്ന് വിമർശിച്ച പിണറായി തന്നെയാണ് ഇപ്പോൾ ഈ വർഗീയ പ്രസ്താവനകളെല്ലാം നടത്തിയിട്ടും അദ്ദേഹത്തെ ചേർത്തു പിടിക്കുന്നത്. പിണറായി മാത്രമല്ല, CPM-ന്റെ വാസവൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും വെള്ളാപ്പള്ളിയെ വെളുപ്പിക്കുന്ന തിരക്കിലാണ്. നവോത്ഥാന സംരക്ഷണ സമിതിയുടെ തലപ്പത്ത് ഇപ്പോഴും ഇതേ വെള്ളാപ്പള്ളിയാണ് എന്നതാണ് രസകരം. ഈഴവ വോട്ട് ബാങ്കിൽ കണ്ണുവെച്ചുള്ള CPM-ന്റെ വെള്ളാപ്പള്ളി സ്നേഹം പക്ഷേ അവർക്ക് ഇരട്ട തിരിച്ചടിയായി മാറുമെന്നതാണ് യാഥാർത്ഥ്യം. വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈഴവ വോട്ടുകൾ ചോരുന്നത് തടയുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് എന്ത് നെറികേടും പറയുന്ന വെള്ളാപ്പള്ളിയെ പിണക്കാതിരിക്കാൻ CPM നേതാക്കൾ മത്സരിക്കുന്നത്. എന്നാൽ അത് മറുവശത്ത് മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന എതിർപ്പ് CPM-ന് ചെറുതല്ലാത്ത തിരിച്ചടിയാകും നൽകുക.
ഇതിനോടകം പാർട്ടിയോടകന്ന ഈഴവ വോട്ടുകൾ തിരിച്ചു വരാതിരിക്കുകയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിന്ന മുസ്ലിം സമുദായം കൈവിടുകയും ചെയ്യുന്ന കാഴ്ചയാകും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കാണാൻ പോകുന്നത്.